ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ സംബന്ധിച്ചതിനുള്ളത് തന്നെയാണ്. ഹൈറിച്ച് ഓളികളെ സംബന്ധിച്ചുള്ളതാണ്. ഹൈറിച്ചിൻ്റെ ലീഡർമാരെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഇന്ന് വളരെ ആശ്ചര്യകരമെന്ന് പറയട്ടെ, ഇത്രയും കാലത്തിനിടയ്ക്ക് 11 മാസത്തിനിടയ്ക്ക് ഇവർ ഒരു കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇവരൊക്കെ പറഞ്ഞിരുന്നത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാണ് എന്നുള്ളതാണ്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇനി നിയമത്തിൻ്റെ കണ്ണിൽ എന്തെങ്കിലും തെറ്റാണെന്ന് വിധിക്കുകയാണെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്നത്, ഇവരുടെ ലീഡർമാർ ഇവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇവരെ പ്രചരിപ്പിച്ച് അതിനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, തെറ്റ് പറ്റി അത് നമ്മളെ കൂടുതൽ ശക്തരാക്കും എന്നുള്ളതാണ്. തെറ്റ് ചെയ്തവരൊന്നും മോശക്കാരല്ല എന്നും കൂടിയാണ്. അപ്പോൾ അത് ഇവരുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: തെറ്റ് പറ്റിയാൽ പാലൽപ്പം തെറ്റിയാൽ അത് തൈരായി മാറുന്നു. പാലിനേക്കാൾ വില കൂടിയതാണ് തൈര്. തൈര് കഴിച്ചാൽ അത് വെണ്ണയായി മാറും. തൈര് കഴിച്ചാൽ വെണ്ണയാവോ? അറിയില്ല. തൈരിനേക്കാൾ പാലിനേക്കാളും വിലയേറിയതാണ് വെണ്ണ. വെണ്ണ ഉരുക്കി ചൂടാക്കിയാൽ അത് നെയ്യാവുന്നു. അതിൻ്റെ അപ്പുറത്തെ ഉള്ളതാണ്. സാധാരണ പാലിൻ്റെ നീണ്ട പോരാട്ടവും വെല്ലുവിളികളും വിലപ്പേറിയേറിയ നെയ്യാകുന്നു. ഇതൊക്കെ ഏതോ വേറെ എവിടെയോ ഉള്ളത് ഇങ്ങനെ തന്നെ തർജ്ജമ ചെയ്തിട്ട് വന്നതല്ല, തെറ്റാണ്. അപ്പം മുന്തിരിനെ കൊണ്ട് വൈൻ ഉണ്ടാക്കുന്നു. മുന്തിരിയേക്കാൾ വിലപിടിച്ചതാണ് വൈന്. കൊളംബസ് യാത്ര തെറ്റിയിട്ട് അമേരിക്ക കണ്ടുപിടിച്ചു. അദ്ദേഹം നേരായ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് പിഴവിൽ നിന്നാണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ആരും തന്നെ നിരാശരാവണ്ട. തെറ്റ് പറ്റിയാൽ നിങ്ങളുടെ തെറ്റ് നിങ്ങളെ നിരാശരാക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമേ പോയിട്ടില്ലെങ്കിൽ, ഇതിനേക്കാൾ വേറൊരാളുടെ കമ്പനിയിലാണ് നിങ്ങൾ നിക്ഷേപിച്ച് 1 ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പുതുതായി ഒരു കമ്പനി തന്നെ ഇതേപോലെയുള്ള മണീച്ചിൻ തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാ ലാഭവും നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ്. അപ്പോൾ മറ്റുള്ള കമ്പനികളിലൊന്നും ഇനി ചേരേണ്ട, സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുക. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ നിരാശരാവേണ്ട. ഒരു ഇതുപോലെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനം തന്നെ തുടങ്ങുക. ആ തെറ്റുകൾ നിങ്ങളെ ശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. ഏത് ദിശ, ഏത് പദ്ധതി എന്നിവ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് പറയും. തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്, തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. തെറ്റ് 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 എന്നാണ് പറയുന്നത്. എന്തിനാണിപ്പോൾ ഇവർ പറയുന്നത്? നമ്മുടെ സുപ്രീം കോടതിയിൽ പോയത് തെറ്റായി പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? ഇനി ഒരു രക്ഷയുമില്ല. ഹൈറിച്ച് തെറ്റുകളെല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത് വലിയ കാര്യമല്ല. ഇതൊരു അനുഭവ സമ്പത്താണ്. നമുക്ക് ഇനി തട്ടിപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു തിരിച്ചറിവിന് ഇത് സഹായകമാവും എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഈ തുറന്നു പറച്ചൽ? ഈ അവസാന ഘട്ടത്തിൽ എന്തിനാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് തെറ്റുപറ്റി എന്ന്? എന്തിനാണ് പറയുന്നത്? നമ്മൾ ആദ്യം മുതലേ പറഞ്ഞത് നിങ്ങൾ തെറ്റാണ്. ആ സമയത്തൊക്കെ ഇവർ പറഞ്ഞിരുന്നത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ നമ്മുടെ പ്രതാപൻ സാർ ദൈവമാണ്. 2010 മുതൽ കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും മാത്രം ചെയ്ത് ശീലമുള്ള ഒരു മെയ് അനങ്ങി പണിയെടുക്കാത്ത ഇവൻ ദൈവതുല്യനാണ് എന്നാണ് പറഞ്ഞത്. ഗ്രീൻ കോയിലൊക്കെ ഇപ്പം ചെറിയ പൈസ പോലും ഇവൻ സെറ്റിൽ ചെയ്യുന്നില്ല തന്നെയാണ്. കോടിക്കണക്കിന് രൂപ, 3000 കോടി കൈമറഞ്ഞിട്ട് പോയിട്ടും 3 ലക്ഷം രൂപ പോലും ചെറിയ ചെറിയ പണിയെടുത്തിട്ട് സ്വരുക്കൂട്ടി വെച്ച സ്ത്രീകളുടെ 3 ലക്ഷം രൂപ പോലും ഇവൻ സെറ്റിൽ ചെയ്യുന്നില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരുത്തനെയാണ് ദൈവതുല്യമായിട്ട് നിങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ചെയ്ത തെറ്റ് എന്ന് പറയണം അല്ലേ? ഇനി നമ്മളോട് പറയുന്നില്ലെങ്കിൽ
പൈസ പോയവർ ചോദിക്കണം, എന്താണ് നമ്മുടെ കമ്പനി ചെയ്ത തെറ്റ്, ഏത് ശരിയാണ് കമ്പനി ചെയ്തത്. നിങ്ങൾ വിചാരിക്കും ഡിജിറ്റൽ ID മാത്രമാണ് തെറ്റ് എന്ന്. അതല്ല, ഡിജിറ്റൽ ID മാത്രമല്ല തെറ്റ്. ഇവരുടെ ക്രിപ്റ്റോ തട്ടിപ്പായിരുന്നു, ഇവരുടെ ഷെയർ തട്ടിപ്പായിരുന്നു, ഷെയർ വിൽക്കാൻ ഇവർക്ക് അനുമതിയില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ എക്സ്ചേഞ്ച് ആയിരുന്നു. ഇവർ തന്നെ സ്വന്തമായിട്ട് അതിനെ $8, $10, $16 ഒക്കെ ഉയർത്തി കാണിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാം തെറ്റ് തന്നെയായിരുന്നു. സൂപ്പർ മാർക്കറ്റുകളുടെ മറവിലാണ് ഇത്രയും വലിയ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. അതും ഒരു തെറ്റായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മളൊരു ഇങ്ങനെയൊക്കെ ലാഭം കിട്ടുന്നുണ്ട് എന്നൊക്കെ അന്വേഷിക്കും. ഏത് വകുപ്പിലാണ് ഇവർക്ക് ഈ പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഒരു സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട്, അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് അതിലെങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്, എങ്ങനെയാണ് ലാഭം കിട്ടുന്നത് എന്നൊക്കെ അന്വേഷിക്കുക. എത്രയും ലാഭം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തേണ്ടതായിരുന്നു. പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭം കിട്ടും. അപ്പോൾ നിങ്ങളുടെ അടുത്തൊന്നും സൂപ്പർ മാർക്കറ്റുകൾ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അത്തരം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ലാഭം കിട്ടും എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തിനാണ് നിക്ഷേപിച്ചത്? നിങ്ങളുടെയും ലക്ഷ്യം മണി ചെയിൻ ചെയ്യുക. അവരൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും ചെയ്യണം മണി ചെയിൻ എന്നുള്ളതാണോ? അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം കരയുന്നുണ്ട്, ശപിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ശാപമോ നിങ്ങളുടെ കണ്ണീരിനോ ഒന്നും യാതൊരു വിലയില്ല. നിങ്ങൾ അവരുടെ കൂടെ, ഈ തട്ടിപ്പന്മാരുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി നിയമത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ പ്രതാപൻ തരുമെന്നുള്ള വിശ്വാസത്തിൽ കമ്പനി തിരിച്ചു വരുമെന്നും പൂളിംഗമായിട്ട് നമുക്ക് 30,000 ആയിട്ട് 10,000 30,000 ആയിട്ട് തരുമെന്നും വിശ്വസിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ ശ്രീനെ വന്നിട്ട് പറയുന്നത് കേട്ടു, നമ്മുടെ കമ്പനി ഭയങ്കര പോസിറ്റീവായിട്ടാണ്, നമ്മുടെ കോടതിയുടെ വിധി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നത് കേട്ടു. എവിടെ പോയിരുന്നു ഇവർ? കഴിഞ്ഞ 30-ാം തീയതി എവിടെയായിരുന്നു ഇവർ? 30-ാം തീയതി വൈകിട്ടോടുകൂടി 4:30 സൈറ്റിൽ ലഭ്യമായിരുന്നു ഡിസ്മിസ്ഡ് ആണ് കേസ് എന്ന്. എന്തുകൊണ്ട് ഇവർക്ക് അന്ന് രാത്രി പോലും ഇങ്ങനെ ഒരു അപ്ഡേഷൻ തരാൻ സാധിച്ചില്ല? ലൈവ് കണ്ട ലീഡർമാർ എന്തിനാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതാണ്. നിങ്ങൾ 1 രൂപയെങ്കിലും ഈ കമ്പനിയുടെ നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ചോദിക്കാനുള്ള അർഹതയുണ്ട്, ഉത്തരം തരാനുള്ള ബാധ്യത ഈ പൈസ വാങ്ങിയ ആൾക്കാർക്കുണ്ട്. നിങ്ങൾ ചോദിച്ചു തുടങ്ങുക. എന്തിനാണ് ബഡ്സ് കോടതിയിൽ തീർപ്പാക്കേണ്ട ഒരു കാര്യത്തിന് സുപ്രീം കോടതിയിൽ 2 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഒരു റെസീറ്റാണ് നമ്മൾ കണ്ടത്. ഇനി അത് 2 ലക്ഷമാണോ 25 ലക്ഷമാണോ എന്ന് പടച്ചോനറിയാം. എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഇത് നീണ്ടു പോകും, 1-2 മാസം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താം ഇതൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ അതല്ലേ ആദ്യ ദിവസം തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞത്. ഇനി ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? ഇവരിപ്പോഴും പറയുന്നത് ഇവരൊക്കെ പാർട്ട്ണർമാരാണെന്നത്. ഉറപ്പിച്ചു പറയാം, ഇവരെ സ്ലീപ്പിംഗ് പാർട്ട്ണർമാരായിരുന്നു, പക്ഷെങ്കിൽ കമ്പനിയുടെ പാർട്ട്ണർമാരായിരുന്നില്ല. ബൈ.